ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം രാവിലെയൊക്കെ ആയി, മക്കളും മദ്രസക്കൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ മക്കൾ മാറ്റിയൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് കാത്തിക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ മിറ്റടിച്ച് തരാൻ വേണ്ടി നിന്നു കേട്ടോ. ജന്നാണെങ്കിൽ നീച്ചിട്ടില്ല. അപ്പോൾ ഉള്ളി നീച്ചിന് മുമ്പ് മിറ്റടിച്ച് കയറി കഴിഞ്ഞാൽ വൃത്തിയാവല്ലോ വിചാരിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി മിറ്റടിച്ച് തരാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ചമ്മലുണ്ട് കേട്ടോ. അപ്പോൾ മഴ വൈകുന്നേരം ആയപ്പോൾ ഒരു മഴയും കാറ്റൊക്കെ ആണല്ലോ, അതുകൊണ്ട് ചമ്മലുണ്ട്. പിന്നെ അതേപോലെ തന്നെ മഴ ഒന്ന് പെയ്യുമ്പോഴത്തേനും മഴ 2-3 ദിവസമായിട്ട് അങ്ങനെ അപ്പോഴൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുറ്റത്ത് പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചേരുമ്പോൾ പുല്ലൊക്കെ പറിച്ചണമുണ്ട്. അപ്പോൾ ഈ മുമ്പിൽ വല്ലാതില്ല, ഈ സൈഡ് ഭാഗത്ത് നല്ലോണം പുല്ല് പൊന്തിയിരുന്നു കേട്ടോ. മഴ ഒന്ന് വേനൽക്ക് അങ്ങനെ ഒന്നും ഇല്ലേനി, മഴ ഒന്ന് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും പുല്ല് എവിടുന്നാ മുളിച്ചെന്ന് പറഞ്ഞ പോലെ വേഗം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പുല്ല്. അങ്ങനെയൊക്കെയാണ്. നിങ്ങളെ അവിടെയൊക്കെ പുല്ലുണ്ടാവലുണ്ടോ? എങ്ങനെയാണ് മഴ പെയ്യുമ്പോഴത്തേനും? ഇവിടെ ആദ്യം ഇത് പുല്ല് അങ്ങനെ പൊന്തൂല്ല, ഇനിയിപ്പോൾ മരങ്ങളൊന്നും ഇല്ലാത്തത് പുല്ലൊക്കെ പൊന്താൻ തുടങ്ങിയിട്ട് വെയിലട്ടിയിട്ട് എന്താവും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. ഇപ്പോൾ നല്ല പുല്ലുണ്ട് കേട്ടോ വീട്ടിൽ, ഈ സൈഡ് ഭാഗത്തൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ മിറ്റൊക്കെ അടിച്ചു തരാൻ വേണ്ടി മക്കൾ വണ്ടിക്കും കാത്തു നിൽക്കുകയാണ്. പിന്നെ അടിച്ചരിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചാൽ ചൂടുവെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് നിന്നു. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പുട്ടുക്കില്ല തേങ്ങ ചേർത്താണ് കേട്ടോ. പുട്ടാകുമ്പോൾ പണി വേഗമുണ്ടല്ലോ. പിന്നെ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉച്ചക്കൊക്കെ ഉണക്കമീൻ പൊരിച്ചാൻ വേണ്ടി നിന്നു. അപ്പോൾ ഉണക്കമീൻ എന്താട്ടി ഗ്യാസുമ്മ വേഗം പൊരിച്ചിട്ടുണ്ട്, വേഗം പണി കഴിയല്ലോ വിചാരിച്ചു. ചിലപ്പോൾ അങ്ങനെ പൊരിച്ചും ചിലപ്പോൾ തന്നെ അടുപ്പ് കൊയ്യാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അടുപ്പ് കൊയ്യാൻ കാത്തുക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങനെ വൈകുമല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കിയിട്ടോ. പിന്നെ അത് അടുക്കളത്തെ ഒരു വിധം പണിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാൻ വേണ്ടി പോയി കേട്ടോ, വേഗം തുടക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് മുമ്പ് തന്നെ അടിച്ചരി ഇട്ടിനാ, വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അടിച്ചരി കഴിഞ്ഞിട്ട് പിന്നെ തുടക്കാൻ പോയി. പിന്നെ തിരുമ്പാലതൊക്കെ തിരുമ്പി പിന്നെ ഒക്കെ കുളിച്ചു കേട്ടോ. പിന്നെ എന്നാൽ പായസം ഉണ്ടാക്കാനും വിചാരിച്ചിട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പായസം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്ക് വൈകുന്നേരം ഉച്ചയായപ്പോഴത്തേക്കും ഉണ്ടാക്കിയിട്ടോ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് അപ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് കുടിച്ചാലോ, അതുകൂടെ നേരത്തെ കാലത്ത് തന്നെ ഉണ്ടാക്കിയിട്ടോ, വൈകുന്നേരത്തിന് കാത്തുന്നില്ല കേട്ടോ. നമ്മൾ പായസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെറുപയറിൻ്റെ പായസമാണ് കേട്ടോ. നമ്മളൊക്കെ ഒന്ന് പിന്നെ കുടിച്ചു കിട്ടുക. പിന്നെ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ മകനെ ഞമ്മ നമുക്ക് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലത്തെ കടലക്കറി ഉണ്ട്, പിന്നെ മീനൊക്കെ കൊണ്ടുവന്നിനി. അപ്പോൾ മീൻ പൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കടലക്കറി മീൻ പൊരിയാക്കി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാനാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. വൈകുന്നേരം ചപ്പാത്തിയൊക്കെ പറഞ്ഞൊരു പണിയാണ് നമുക്കെന്നാൽ, നമ്മൾ നേരം വൈക്കാണ് കേട്ടോ. ചോറാകുമ്പോൾ പിന്നെ നമുക്ക് വേഗം ഉണ്ടല്ലോ. പിന്നെ ഏതായാലും മക്കൾ പറഞ്ഞതല്ലേ, അപ്പം പിന്നെ മീൻ പൊരിയാക്കി പൊരിച്ച് തിന്നുമ്പോൾ ഇതാണല്ലോ അത് വിചാരിച്ച് ചപ്പാത്തി ചൂടാൻ വേണ്ടി നിന്നിട്ടോ. ചപ്പാത്തിൻ്റെ രൂപങ്ങളൊന്നും നോക്കണ്ട, പല രൂപങ്ങളുമാണ്. അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചു. അപ്പോൾ അത് ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് വേഗം പാത്രമൊക്കെ മോറാതെ വേഗം മോറിയിട്ടോ. അപ്പോൾ എത്ര പണി എടുക്കണമെങ്കിൽ പാത്രം വേഗം ഉണ്ടാവും പറഞ്ഞ പോലെ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചായ പാത്രം, അതേപോലെ തന്നെ മക്കൾ ചായ കുടിച്ചിൻ്റെ പായസം കുടിച്ചിൻ്റെ ഒക്കെ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മോറി പിന്നെ നമ്മൾ തിണ്ടും ഇതെന്നൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വേഗം അതൊക്കെ മോറി വൃത്തിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്തമാനം? എല്ലാവർക്കും അവിടെയൊക്കെ എങ്ങനെയാണ്? മഴയൊക്കെ നല്ലോണം ഉണ്ടോ? പിന്നെ വേഗം പാത്രമൊക്കെ വേഗം മാറാൻ നിന്നു കേട്ടോ. അപ്പം ജന്നക്കുട്ടീനെ മക്കൾ നോക്കുന്നുണ്ട് കേട്ടോ, മക്കൾ നോക്കിയവിടെ കളിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണേ ജന്നക്കുട്ടീനെ നോക്കാനൊക്കെ പറഞ്ഞോട് മക്കളവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ജന്നക്കുട്ടീൻ്റെ ഒപ്പം കളിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അടുക്കള വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, പിന്നെ രണ്ടെണ്ണം നിൽക്കണ്ടല്ലോ വിചാരിച്ച് ഞാനും അത് വൃത്തിയാക്കാൻ വേണ്ടി നിന്നു. മറ്റത് മീനിൻ്റെ കായൊക്കെ കൂട്ടിയാൽ ഫ്രിഡ്ജിൽ ഇതിന് മുമ്പ് വെച്ചതിന് കേട്ടോ. പിന്നെ പൊരിച്ചാൽ മതിയല്ലോ. അപ്പം പിന്നെ പാത്രം മോറി കഴിഞ്ഞ പാടുന്ന പിന്നെ ചട്ടി വെച്ചാണ്ട് പിന്നെ മീൻ പൊരിച്ചാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഒരു 6-6:30 ആയപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാ മീൻ പൊരിയും നമ്മളെ ചപ്പാത്തി പിന്നെ കടലക്കറി രാവിലത്തെ ഉണ്ടായോട് കടലക്കറി
ഒക്കെ ആയിട്ടോ. പിന്നെ മീൻപൊരി തന്നെ അടുപ്പത്തല്ല ഗ്യാസുമ്മ തന്നെ ഇട്ട് വെച്ചത്. അപ്പോൾ മീൻപൊരി നമ്മൾ സാധാ നമ്മൾ മാവ് ഇത് കൂട്ടുന്ന പോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.